ഹായ്, ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. എന്ത് ചെയ്യുന്നു എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? ഹായ്. ഇല്ല, കണ്ണൂർ CA കണ്ണൂർ ഏട്ടാ മഴയില്ല ഏട്ടാ. സുധീഷ് കുമാർ ഹായ്. ഹായ് ചേച്ചി, ഹായ്. റോബിൻസോൺ ഹായ്. കമൽ വിജയം ഏട്ടാ ഹായ്. സുഖാണോ? മുത്തുകുമാർ ഹായ് ഫ്രണ്ട് ഹായ്. சாப்பிட்டாச்சு. நீங்கள் சாப்பிட்டீங்களா? குட்டி புலி கோவிந்தராஜ் ഹായ്. മുത്തു ഹായ് ഫ്രണ്ട്. ഇല്ല, ആയിട്ടില്ല. പിന്നെ എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഡ്രസ്സ് സൂപ്പർ, താങ്ക് യു. சாப்பிட்டீங்களா ஸ்வீட் ஹார்ட்? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? செல்வராஜ் என்ன ஃபுட்டு சாப்பிட்டீங்கடா? சாப்பாடு. ബ്യൂട്ടിഫുൾ യു സുരേഷ്, ഐ ലവ് യു. മുത്തുകുമാർ ഹായ്. കാണാത്ത ഡ്രസ്സ്, ഇത് വെറുതെ കാണാത്ത ഡ്രസ്സ്. അതെ. செல்வராஜ் சாப்பிட்டாச்சா? சாப்பிட்டீங்க. രമണൻ ഹായ്. അനിത ബാബേട്ട ഹായ്. ഗുഡ് നൈറ്റ്. ടുഡേ ഡ്രസ്സ് അടിപൊളിയമ്മ. താങ്ക് യു. പ്രഭാകർ ഹലോ, ഗുഡ് നൈറ്റ്. താങ്ക് യു മണി. ജയരാജ് സാப்பிட்டீங்களா? മണി. ബിജു ഹായ്. മണിയന്തേട്ടാ ഹായ്. അനുക്കുട്ടി ഇന്ന് നേരത്തെ ആണല്ലോ. നമസ്കാരം. ഗോവിന്ദരാജ് മുത്തു നൈസ്, വെരി വോയിസ് സൂപ്പർ, താങ്ക് യു, ഐ ലവ് യു. ഗോവിന്ദരാജ് ബ്യൂട്ടി. പ്രഭാകരൻ ഹായ്. ഡ്രസ്സ് എന്താ? ഡ്രസ്സ് ചുടിദാർ. ശക്തി ഹായ്. സുരേഷ് ഐ ലവ് യു. ചൂടെടുത്തിട്ട് വയ്യ ഫ്രണ്ട്സേ, മടുത്തു. ഭക്ഷണം കഴിച്ചു. വീരൻ ഐ ലവ് യു. രാജ് കഴിച്ചു. ചേട്ടൻ സൂപ്പർ ഡ്രസ്സ്, താങ്ക് യു. നീ ഊണ് കഴിച്ചോടാ? കഴിച്ചോ. പിന്നെ വർഗീസ് ഏട്ടാ ഓയ്. സുഖാണ് ഏട്ടാ. വിനീഷേട്ടാ നമസ്കാരം. ഹായ്. സുരേഷ്. രാജേഷ് സുഖാണ്. നേരത്തെ വരുന്ന നല്ല കാര്യം. അതെ. ബിസി ലവ്. പ്രഭാകരൻ. രാജേഷ് ബിം. ഇപ്പോഴേ ഉറക്കം വരുന്നു. സുഖമില്ല. മുരുകൻ ഹായ്. ഗിവി മീ. വിനിഷേട്ടാ സുഖമില്ല ഏട്ടാ. എന്തോ ഗിവി യു നമ്പർ. മുരുകൻ ഹായ്. ഹായ് ജയനേട്ടാ. കരുണ പ്ലീസ്. കഴിച്ചു ജയരാജ് ഏട്ടാ. പച്ച കളർ ചുരിദാർ സൂപ്പർ മോളെ, താങ്ക് യു. അനിത ഐ വിൽ മാരി. നാട്ടിൽ നല്ല ചൂടാണല്ലേ? അതെ ചൂടാണ് ഏട്ടാ. സന്തോഷ് ഹായ്. അനിത ഫ്രം കോയമ്പത്തൂർ. ഇപ്പം ഞാൻ കോയമ്പത്തൂരാണ്, നാട് പാലക്കാടാണ്.
സുഖമെന്ന് വിശ്വസിക്കുന്നു. അതേ കമൽ പേജ് കേട്ട് ഇത്ര നേരം എവിടെയായിരുന്നു നമസ്കാരം ചെയ്യട്ടാ. ജെറിൻ ബ്രോ സാപ്പിട്ടില്ല. മോഹൻ മോളു ഹായ്. ഹൗ ആർ യു സിസ്റ്റർ? സുഖമാണോ? റിയാദിൽ നിന്നും. ഓക്കെ. അബ്ദുൾ ഏട്ടാ ഓക്കെ, സുഖമായിരിക്കുന്നു. ഏട്ടന് സുഖമല്ലേ? മഹേന്ദ്രൻ ഹായ്ഡാ എൻ്റെ കുട്ടി. നമസ്കാരം പറഞ്ഞു. ജെറിൻ ഇപ്പോൾ ഇൻസ്റ്റ ഡ്രസ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. കമൽ വിജയമേട്ട സുഖമാണ്. ശ്രീനിവാസൻ മണി അനിത இந்த ட்ரெஸ்ஸு நேம் என்ன? சுடி ടോപ്പുമാ ടോപ്പ് കുർത്തി പാതി ഇജ്ജ് പാതി മയക്കത്തിലാണോടാ ആൺകുട്ടി? ഇല്ല ഏട്ടാ, എന്തോ വയറുവേദന തോന്നല്. ഇന്ന് നല്ല മഴ പെയ്തു, നല്ല ചൂടാണ്. നല്ല സുഖം. ചൂട് ഇല്ല എന്നാ പറയണത് മണിയേട്ടാ. ഇന്നും ഇല്ല, ചൂടില്ലാല്ലേ മണിയേട്ടാ? അതെ. നമസ്കാരം ചെയ്യേട്ടാ. ഹലോ ഉണ്ണിക്കുട്ടേട്ടാ. ഹലോ. ഞങ്ങൾ ഗുരുവായൂർ പോയി തിരിച്ചു വീട്ടിലെത്തി. സുഖമാണ്. ഞാൻ 12-ാം തീയതി മസ്കറ്റിൽ തിരിച്ചു പോകും. മുത്തേ, എൻ്റെ ചപ്പാത്തി എവിടെ? ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കി തരാം ഏട്ടാ. ഇപ്പൊ പോയിട്ട് വരി. സന്തോഷമായിട്ട് പോയിട്ട് വരി ഏട്ടാ. കുറച്ച് ശബ്ദം കൂട്ടാമോ? പിന്നെന്താ, വോയിസ് എന്താ ക്ലിയർ ഇല്ല? അതെ, ഇടയ്ക്ക് അതെ ക്ലിയർ ഇല്ല. ഇപ്പോൾ ഓർക്കാൻ വരുന്നു. എല്ലാവർക്കും സുഖമാ? നമുക്ക് സുഖമാണ്. ഇന്ന് സുഖം, നാളെ എങ്ങനെയാണെന്ന് അറിയില്ലാനും. അത് ശരിയാ. ഉറക്കമൊന്നല്ല, എന്തോന്നറിയില്ല, വയറ് വേദനിക്കുന്നു. സുധീഷ് കുമാർ രമേശ് ചൂടുകൊണ്ടോ എന്തോ എന്താ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. മോഹൻദാസ് ദേവരാജ് ഹലോ. മെസ്സേജ് എന്താ വായിക്കാത്തത്? വായിച്ചു ഏട്ടാ. മിനീഷ് ഏട്ടാ, ഉലിവ കഴിച്ചതാണ് വയറ് വേദന. പിന്നെന്താ, മുത്തിന് ഒരു സന്തോഷം ഇല്ലല്ലോ. ഇത് പറ്റി മോൾക്ക് വയറ് വേദന ഏട്ടാ? എന്തൊന്നും അറിയില്ല. ആണെങ്കിൽ ഇഞ്ചി അരച്ച് നീരെടുത്ത് ചെറിയ ചൂടിൽ കുടിച്ചാൽ പമ്പ വളക്കുണ്ടാകും. എന്ത് കുട്ടി? ഇഞ്ചിയുണ്ട്. ഞാൻ ഉലുവ വായിലിട്ടിട്ടുണ്ട് കേട്ടോ. ഹായ് തരിയേട്ടാ. ഹായ് ചേച്ചി. വായിലെ ഉലുവ. ഉറക്കം വരുന്നവനോ? മുഖത്തൊരു തെളിച്ചു. അതെ, ഉറക്കമൊന്നും വരുന്നില്ല ഫ്രണ്ട്സ്. കമൽ വിജയം കേട്ടോ. വയറുവേദനൻ്റെ ഒരു വയറുവേദന എടുക്കുമ്പോൾ ഇങ്ങനെ മെയിൻ്റെ മുഴുവൻ വയറ്റിനുള്ളിൽ എന്താണ് കഴിച്ചത്, എന്തുകൊണ്ടാണ് വയറുവേദന വന്നത്? ഇല്ല, ഉറക്കമൊന്നും വന്നില്ല. ശരിയാവില്ലേ? ശരിയായാലും എനിക്ക് വയ്യ, വെറുതെ മതിയായി. വെരി ബ്യൂട്ടിഫുൾ. ഐ ലവ് യു അനിത. വെരി വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ടുഡേ ഫേസ് സെമ്മ അഴകാണെന്ന്. ഉടമ്പ് സരിയില്ല മണി, ഉടമ്പ് സരിയില്ല. കഴിച്ചു ഏട്ടാ. സുധീഷ് ഏട്ടാ കഴിച്ചു. മൂഡ് ഓഫ് ആണല്ലോ. ഇല്ല, വയറുവേദനയായിട്ട് എന്തോ വയറുവേദന പ്രശ്നം. പസങ്ങ സാപ്പിട്ടീங்க തൂങ്ങിയിട്ടാണ്. ബാലാജി ഹായ്. രാജേഷ് സാപ്പിട്ടിയ ഇന്നും എന്താ ഫുഡ് കഴിച്ചത്? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്.
മുരുക അയ്യപ്പാ. സുഖമായിരിക്കുന്നു. ഇഞ്ചി കഴിച്ച കുരങ്ങ് എന്തപ്പ ചെയ്യാ? മരുന്ന് പറയും. ഇഞ്ചി നീരില്ലേ? ഇഞ്ചി ഉണ്ട്. ഇഞ്ചി അടിച്ച് കുടിക്കണം എന്നാ പറയണ. ഉലുവ കഴിച്ചിട്ടുണ്ട്. ഇത്ര ഉലുവ എടുത്ത് വായിലിട്ടു. 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ശരിയാവോ നോക്കാം. കഴിച്ച് ഒരു 2-3 മിനിറ്റ് ആയി. വയറുവേദന കാരണം വേറെയും ആവാം. വേറെ എന്താണ് വയറുവേദന കാരണം? വേറെയും ആവാം. വേറെ എന്താണെന്ന് പറയൂ പളനിസ്വാമി ബ്രോ. എൻ്റെ കസേര നന്നായി താന്നു പോയി. ഭഗവാനെ, എന്താണോ ഞാൻ കഴിച്ചത്? സുഖമില്ലല്ലോ ഭഗവാനെ. എന്താ ഇങ്ങനെ ആയിപ്പോയത്? എന്തു പറ്റി? ലൈവിൽ ഫ്രണ്ട്സ് കുറവായത് കൊണ്ട് എൻ്റെ എല്ലാ മെസ്സേജും വായിക്കുന്നു. സന്തോഷം. കമൽ വിജയം വേണ്ട. അരിക്കൊമ്പൻ, കൃഷ്ണൻ, അനിത കഴിച്ചു കേട്ടാ. കഴിച്ചു. ജോണേട്ടാ കഴിച്ചു. പണ്ടാരം എന്താണോ കഴിച്ചു? മറന്നു പോയി. എന്താ നിലവ് മണി ഇപ്പം പാട്ട് പാടാൻ പറയുന്നല്ലോ കടവുളി. മുരുക, ചൂട് കാരണമായിരിക്കും വയറുവേദന. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ഉലുവ നല്ലൊരു മെഡിസിനാണ്. എനിക്ക് പെട്ടെന്ന് നല്ല ഒരു ഉച്ചയ്ക്ക് ചോറ്, രസം, പൊരിയൽ. നീ മെസ്സേജ് നോക്കി റിപ്ലൈ ചെയ്താ? അരുൺ പറയൂ. അരുൺ വിജയൻ ആറുമുഖം, ഗുഡ് നൈറ്റ്. ക്യൂട്ടാ ഇരിക്കണമ്മ. നാന് രഞ്ജിത്ത് കുമാർ. വല്ലാത്ത ചൂടെടുത്തത് കൊണ്ടാണ് ഞാൻ അറിയില്ല. ഭ്രാന്ത് പിടിക്കുന്നു കേട്ടാ. രഞ്ജിത്ത് കുമാർ എന്താ? ഹായ്. ഇവിടെ മഴയില്ല, നല്ല ചൂടാണ്. വായിച്ചു കൂട്ടി. എന്നാ എടുക്കുക? ഒന്നുമില്ല. പ്രകാശ് ഹായ്. ഹലോ. മഹേന്ദ്രൻ തമിഴ് ടോക്കിംഗ്. എന്നാ എടുക്കുക? ലൈവ് സാപ്പാട് താങ്ക. ഹായ് രാജ്. നമസ്കാർ രാജ്. നമസ്കാർ മഹേന്ദ്രൻ. ഹലോ. മൈ സോങ് പ്ലീസ്. ഫേവറേറ്റ് സോങ്. നല്ല കട്ടൻ ചായ കുടിക്കാൻ. മുഹമ്മദായിട്ട് കട്ടൻ ചായ അല്ലേ കുടിക്കാം. അവിടെ കൂവപ്പൊടി ഉണ്ടോ? അത് കുറച്ച് കാലം കുടിച്ചാൽ ശരിയാവും. ഇല്ല. സുരേഷ് ഏട്ടാ നമസ്കാരം. മഹേഷ്. ഡ്രസ്സ് കൊള്ളാം. ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ. എന്തായാലും തൃശ നല്ല സുന്ദരിയാണല്ലോ. ഞാന് സുന്ദരിയല്ല. ആദ്യമായിട്ട് കേൾക്കുന്നു. ചൂട് കൊണ്ട് വയറുവേദന. അതെ, ചൂടായിട്ട് വയറുവേദനിക്കുമല്ലോ. ചൂടായാൽ വയറുവേദനിക്കും. സീരിയസ് ആയിട്ട് പറയണം. അനിത എന്നെ സാപ്പാടുങ്ങ. എനിക്ക് വയ്യ. രതീഷ് കുമാർ ആർ കല്യാണി ഹായ്. സാപ്പിട്ടിങ് രാജ്. ഹാഡ് യുവർ ലഞ്ച് അല്ല ഡിന്നർ എനി സ്പെഷ്യൽ രാജ്? അഗൈൻ മെസ്സേജ് നോക്കി റിപ്ലൈ ചെയ്താ? അരുൺ പറയൂ. അരുൺ. സതീഷ് ഹായ്. കിളിപ്പച്ചയാണത്. കിളിപ്പച്ചയും എന്താ പറയാ ബ്ലാക്ക് ഒക്കെയാണ്. അത് ഉറക്കം വരുന്നില്ല. എനിക്ക് വയറുവേദന കൊണ്ട് ഉറക്കം വരുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. രഞ്ജിത്ത് കുമാർ എന്താ നിങ്ങളുടെ സൂപ്പർ താങ്ക് യു. മോളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പോകുന്നു. മണിയേട്ടാ ഇരിക്കേട്ടാ. ചൂട് കൊണ്ടല്ല വെള്ളം കുടിച്ചത്. ചൂട് കൊണ്ടല്ല. വെജ് ഫുഡ് ഓർ നോൺ വെജ്? വെജ് പച്ച നിലക്കടല കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്ര അതായിരിക്കോ? പച്ച നിലക്കടല കഴിച്ചു കൊണ്ട് വയറ് വേദനിക്കോ ഫ്രണ്ട്സ്?
ഐ ജസ്റ്റ് ഈറ്റ് വെജ് ഡിന്നർ. ഓക്കെ സച്ചി ഹായ് സുരേഷ് ഐ ലവ് യു. പറയുന്നത് കേൾക്കില്ല അല്ലേ? പളനിസ്വാമി ഇപ്പോൾ എങ്കെ ഇപ്പോഴും എവിടെയാ? പാലക്കാട്, കോയമ്പത്തൂര്. സതീഷ് കുമാരട്ടാ. പിന്നെയും എന്താ ഉറങ്ങാത്തത് കുട്ടി? എന്താ ഉറങ്ങാത്തത്? അതെ ഉറക്കം വരുന്നില്ല. പച്ച കടല അതാണ്, പച്ചക്കടല അതാണ്, പച്ചക്കടല, പച്ച നിലക്കടല. സുരേഷ് ബിനീഷേട്ടാ. അയ്യപ്പ സ്വാമിയെ പട്ടാണി കടല, പട്ടാണി അല്ല, പച്ച നിലക്കടല. നമ്മ വറുത്തിട്ട് നിലക്കടല കഴിക്കില്ല, അതിന്റെ പച്ച. നല്ല രസമുണ്ട്. ബാറ്ററി ഈസ് ഫുള്ള്. നോ ഫുള്ള് தெரியல கடவுளே മുരുക. സമയം വേറായി. ജിമിക്ക് എനിക്ക് അയച്ചില്ല. അയച്ചില്ല അല്ലേ? എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു, ചാവാനൊക്കെ പറയുന്നു. ദൈവമേ, അപ്പോൾ അതാണ് കാരണം, ഗ്യാസാണ്. അപ്പോൾ അതാണ് കാരണം, ഗ്യാസ്. നിലക്കുള്ള ഗ്യാസാ? കുറച്ചെന്താ, ഇത്രല്ലേ കഴിച്ചുള്ളൂ. വണക്കം സുരേഷ് ബ്രോ. സാപ്പിട്ടീங்களா? സാപ്പിട്ടീங்க കേട്ടോ. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് വരട്ടെ, വെറുതെ. എനിക്ക് ടെൻഷനാവും. എവിടെ അവന് ഞാൻ മറുപടി ഞാൻ കൊടുക്കട്ടെ. ചത്തൂടെ? അപ്പം നീ എൻ്റെ കുട്ടികളെയൊക്കെ നീ നോക്കുവോ? എനിക്ക് 2-3 കുട്ടികളുണ്ട്, ചെറിയ ചെറിയ കുട്ടികളാണ്. അതിനെയൊക്കെ നീ നോക്കുവോ? നോക്കുകയാണെങ്കിൽ ഞാൻ ചാവാൻ റെഡിയാണ്. ജിമിക്ക് എനിക്ക് അയച്ചില്ല. എന്താണ് മറുപടി പറയും? ഞാൻ ചാവാം, നീ എൻ്റെ കുട്ടികളിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ചാവാൻ റെഡിയാണ്. ഞാൻ ജീവിക്കണം ആഗ്രഹമൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജീവിക്കരുത്. അപ്പം എങ്ങനെയാണ്? വേഗം പറ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. എന്താ പച്ച കടല കഴിച്ച ഗുണമൊന്നല്ല, ഇവിടെ ഉണ്ടായിരുന്നു, കഴിച്ചു. സൂപ്പർ. സുരേഷ് ഐ ലവ് യു. നിലക്കടല ഗ്യാസാണ് മോളെ. അതല്ലേ, ഗ്യാസിൻ്റെ ആയിരിക്കും. ഓ അനിത ഡ്രസ് സൂപ്പർ ഉണ്ട് കുട്ടി. താങ്ക് യു. വാസു ഹായ് ഗുഡ് നൈറ്റ്. മണികണ്ഠൻ ഹായ്. பிரபு ஹாய். சுரேஷ் சொல்லுங்க பழனிசாமி, நான் இப்போதான் ரூமுக்கு வந்தேன். ஜிமிக்கு கமல் குட். தேங்க்யூ. കുമാർ ഹായ്. മണികണ്ഠൻ ഹൗ ആർ യു? ഫൈൻ. എന്നോട് പോയി ചാവാൻ അല്ല, ഞാൻ അവനോട് ചാവാൻ പറഞ്ഞില്ല. എനിക്ക് ചെറിയ ചെറിയ കുട്ടികളല്ലേ കമ്മൽ പിജിയാൻ വേട്ടാ, അവനെയൊക്കെ വളർത്തി വലുതാക്കണം. അങ്ങനെയാണല്ലോ, കുട്ടികളുണ്ടിട്ട് ചത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ നടത്തി നിൽക്കില്ലേ? അവനെ ആര് നോക്കും? ദിനേശ്, ഒരമ്മയില്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ വളർന്ന് കുടുംബത്തിലിരിക്കുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. കിഷോർ ഹൗ ആർ യു? ഫൈൻ, ലവ് യു. പ്രവീണ ഹായ്. മഴയുണ്ടായിരുന്നു അവിടെ? ഇല്ല, മഴ പെയ്യുന്ന ഒരു 40% മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോറി 60. ഇവിടെ കുനിയമുത്തൂർ റൗണ്ട് 60% മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പെയ്തില്ല കേട്ടാ. ഹായ് നമസ്കാരം. എന്താ ആകെ വയലന്റ് ആകുന്നു? അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വിട്. ഇതല്ല, എനിക്ക് ദേഷ്യം വരുന്നു. എന്ത് ചെയ്യാനാ? ദേഷ്യം വരുമ്പോ പിന്നെ ഞാൻ പറയാതിരുന്ന ശരിയാവില്ല. ജയപ്രകാശ് ഏട്ടാ, ജെപി ഏട്ടാ നമസ്കാരം. സുഖല്ലേ? ഹലോ ഡിയർ. സി.ഡി. കുമാർ ഹായ്. ചിന്ന നമ്പർ കാൽ പണ്ണു പളനിസ്വാമി മൊബൈൽ നമ്പർ. മഴ പെയ്യുന്നു. മഴ പെയ്യുന്നുട്ടാ. മഴയാണോന്ന് അറിയില്ല. അവൻ കുട്ടികളെ പിന്നെ 3 കുട്ടികളെ നോക്കാം. അവനെ തന്നെ നോക്കാൻ കഴിയുണ്ടാവില്ല. പിന്നെയാണ് ഈ 3 കുട്ടികളെ എടുത്ത് നോക്കുന്നത്. ഒന്ന് പോകാൻ പറയണ്ട.
നോ പ്രോബ്ലം സുരേഷ് ബ്രോ. സാപ്പിംഗ്ലാ? രമേഷ് ഹായ് മൈ ഡിയർ. വയ്യ. പുറത്തു പോകാം. സൗഖ്യമാ? സൗഖ്യം. ഓ മണിന്റെ അടുത്ത് ജീപ്പി ആട്ടെ. അതിന് കുട്ടിയെ ഭക്ഷണം കഴിച്ചോ സുന്ദരി? പറയുന്നവർ പറയാലോ. അതെ അതെ അതെ. ഞാൻ ഇപ്പോഴാണ് ഒരു മറുപടി ഞാൻ കൊടുത്തത്. കാരണം അത്രയ്ക്ക് എനിക്ക് വിഷമുണ്ടായി, അതുകൊണ്ടാണ് മറുപടി കൊടുത്തത്. സോറിയാ? എന്തിനാണ് സോറി? നൗഷാദ് മൂന്ന് അമ്പല ഡ്രസ് അടിപൊളി. താങ്ക് യു. പാലക്കാട് എവിടെയാണ്? പാലക്കാട് നൗഷാദ് കൊട്ടയക്കാരാണ്. ഡ്രസ് സൂപ്പർ. വാസു വാസു. എന്തൊരു ചൂടാണ് ഭഗവാനെ. ഇതാ മഴ പോണു കേട്ടാ. അതെന്താ ഏട്ടാ ഇങ്ങനെ മഴ പെയ്യുന്നത്? എന്ത് ഡ്രസ്സാണ്? അല്ല, ടീഷർട്ടൊന്നും അല്ല, അത് ചുരിദാറാണ്. നോക്ക് മഴ പെയ്യുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു 40% മഴ പെയ്യുന്നു. പക്ഷേ ഇതിപ്പോ മഴ കാണാനൊന്നും ഇല്ല. അത്രയ്ക്ക് വലിയ മഴയൊന്നും അല്ല. അത്രയ്ക്ക് മഴയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ആഹാ. ഇതിപ്പോ എങ്ങനെയാ? ഫോണിൽ കൂടെ ഒന്നും കാണില്ല മഴ. സൂപ്പർ. കുഞ്ഞു മഴ കേട്ടോ, കുഞ്ഞു മഴ. അങ്ങനെ ചൂട് കുറവാവട്ടെ. എന്ത് പറയണം? കുഞ്ഞു മഴ കേട്ടോ. യെസ്, റെയിൻ. ഗുഡ് നൈറ്റ്. അറിയാമോ? ഫോൺ ഇവിടെ വെക്കാൻ എൻ്റെ ഇവിടെ പീസില്ല, പോയിരിക്കുകയാണ്. എന്താണ് ലൈറ്റ്? ഇത്രയേ ഉള്ളൂ കേട്ടോ ക്ലാരിറ്റി. അവിടെ മഴയുണ്ട്, മഴയുണ്ട്, മഴ മഴ മഴ, നല്ല മഴ. സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. എവിടെയാണ്? മെൻഷൻ ചെയ്തിട്ട് വരിക കേട്ടോ. ഒന്നും മണിയണ്ട കേട്ടാ, ബ്ലോക്ക് ചെയ്യാം. കാണുന്നില്ല. യെസ്, മഴ. ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പൊ നല്ല തണുപ്പുണ്ട് അല്ലേ? ഇവിടെ ജെറിനേട്ടാ, ഇവിടെ നല്ല മഴ ജെറിനേട്ടാ. കോയമ്പത്തൂർ അടിപൊളി. കോയമ്പത്തൂർ, കുനിയമ്പത്തൂർ അടിപൊളി മഴ. ഓ, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടിട്ട് ദൈവമേ. മലയാളം റെയിൻ സോങ്. മഴ മഴ കൂടെ കൂടാ, മഴ വന്ന പൊപ്പിക്കൂടാ. നല്ല മഴ. ചെറിയൊരു വട്ടുണ്ടോ? അതെ ഉണ്ട് കേട്ടാ, രതീഷേട്ടാ, വട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. 3 ദിവസമായിട്ടല്ല, ഇന്നാണ് മഴ വരുന്നത്. മിനിഞ്ഞാന്നൊന്നുമില്ല, ഇന്നലെ മിനിഞ്ഞാന്നൊന്നുമില്ല. റെയിൻ റെയിൻ.
ഹിന്ദി സോങ്, റെയിൻ സോങ്, തമിഴ് സോങ് പാടുന്നത് പാടുക. മഴവാരുത് കൂടെ കൊണ്ടുവാ, വെയിൽ വേണ്ട, അപ്പൊ വെയിലിനെ കുറിച്ച് പറയണ്ട, മഴയെ കുറിച്ച് പറയാം. ഇറങ്ങി നനഞ്ഞൂടെ? മഴയാണെങ്കില് ഇപ്പൊ മഴ പെയ്യുന്നത് കൊണ്ടാണ്, രാത്രി പെയ്തത് കൊണ്ടാണ്. ഇതിപ്പോ ഞാൻ ഉച്ചക്കായിരുന്നെങ്കിൽ നനഞ്ഞേനെ, നിന്ന് നനഞ്ഞേനെ. റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മണി ഇപ്പോൾ സന്തോഷായില്ലേ മോളെ? സന്തോഷായി മണി കേട്ടാ. ജെറിൻ തോമസ് ഹായ്, സൂപ്പർ എൻജോയ്മെന്റ് റെയിൻ അക്ക. അതെ, ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. അതെ അല്ലേ? എനിക്ക് തോന്നുന്നില്ല, കുറച്ച് വയറുവേദന ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ റെയിൻ ഇൻ കേരള ഈസ് ഷോയിങ് ഹിയർ ഓൺ TV. അരുൾ ഗുഡ് നൈറ്റ് വിനോ എന്നോണി പോയി. നല്ല മഴ, നല്ല മഴ, മഴ കൂടെ കൂടാ, മഴ വന്നാൽ നോക്കിക്കൂടാ, മഴ മഴ നന്നായി പെയ്യട്ടെ. ഇല്ല, നല്ല പെയ്യട്ട് മഴ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടില് മഴയില്ല, ചൂട് മാത്രമേ ഉള്ളൂ. അതെപ്പം മഴ പെയ്തു കേട്ടോ. ഞാൻ ഇവിടെ നയിച്ചു, വയറുവേദന പോയി 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 കുറച്ച് പോയി, എന്നാലും ഉണ്ട് ഉള്ളിൽ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മഴ പെയ്തത് കൊണ്ട് അതിന്റെ സന്തോഷത്തില് ഹിന്ദി വാച്ചിങ് റെയിൻഫോൾ ലൈവ് ഫോർ കേരള. സുന്ദര പള്ളിസ്വാമി, ഉച്ചയ്ക്ക് നനഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ലൈവിൽ കാണില്ലായിരുന്നു. അതെല്ലേ, പനി വന്ന് കിടക്കണ്ടാവുന്നായിരിക്കും പറയാ ഇല്ലേ? സുരീഷ് ഏട്ടാ ഹായ്. പള്ളിസ്വാമി ഗുഡ്. തുടർന്ന് ഈ മഴ നിന്നാ മതിയായിരുന്നു, ഒരു കുറച്ചു നേരം പെയ്താ മതി. പെയ്ത നോക്ക് പോയി, കണ്ടോ, കമ്മിയായി. ഇതാണ് പ്രശ്നം. ഇനി അങ്ങനെ പെട്ടെന്ന് ചൂടുണ്ടാകും. ശരിയാവും. സൂപ്പർ ഗ്രീൻ നാഗരാജ്, സുബിൻ ഹായ്. പിന്നെ എന്താണ് പിന്നെ മുത്തു വള്ളൈസ്വാമി സൂപ്പർ, ബാലമുരുകൻ, അനിത എൻജോയ് ഡ്രൈൻ ലൈറ്റ്. കമ്പിളിപ്പോതപ്പ് തണുപ്പ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, പോകും തോന്നുന്നില്ല. പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞില്ല 60% മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇവർ കണ്ടിരുന്നു. അതുപോലെ മഴ പെയ്തു. ഇത് ഏതാ ഡ്രസ്സാണല്ലോ, സന്തോഷമാണോ? അതെ, സന്തോഷത്തിലാണ്. മഴ പെയ്യുന്നുണ്ട്. കോയമ്പത്തൂർ, കുനിയമ്പത്തൂർ നല്ല മഴ. സുബി ഏട്ടാ ഹായ്. നാഗരാജ് നൈസ് ഹെയർ സ്റ്റൈല്, താങ്ക് യു. മഴയത്ത് ലൈവ് ചെയ്യാൻ ഒരു പ്രത്യേക മൂഡ്. അതെ, ഇഷ്ടായിട്ട് മുട്ടും. ജയിച്ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചോ? കുമാർ, ഇവിടെ ലൈറ്റും കൂടി എന്താണെങ്കിൽ നന്നായിട്ടുണ്ടാവും, ലൈറ്റും ഇല്ല, വല്ലാത്ത ജോബ്. ബാബു ഹായ് സൂപ്പർ. ചേച്ചിയുടെ വീട് എവിടെയാണ്? പാലക്കാട്. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല മഴ പെയ്യട്ടെ. അതേട്ടാ, ഇവിടെ ഞാൻ പെയ്തിട്ടേ ഇല്ലാത്ത അവിടേക്ക് ഞാൻ അയച്ചു വിടട്ടുള്ളൂ. ഞാൻ സങ്കരം തമ്പി, എനിക്ക് ഇഷ്ടമാണ്. സുഖാണോ? സൂപ്പർ സ്മൈല്. ലൈറ്റ് എവിടെ പോയി? ലൈറ്റ് പീസായി പോയി. എൻ്റെ അമ്മേ, ലൈറ്റ് മഴയാണ്. ഇവിടെയൊക്കെ വെള്ളമാണ്. താഴെ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. അകത്തിരുന്ന് പുറത്ത് വന്നതാ. ആരാണ് നിന്ന് വർത്താനം പറഞ്ഞത്? When rain started there. Good night രാജീവ് ഏട്ടാ. നല്ലോണം ഉറങ്ങാൻ മോളെ, തണുപ്പുണ്ടാവില്ല. അതെ, കാറ്റും ഉണ്ട്, മഴയുണ്ട് കേട്ടോ. രാമചന്ദ്രൻ ഹായ്. കുമാർ സുരേഷ് കേശവൻ യെസ്.
കൊള്ളാം, അടിപൊളി. മഴ പെയ്യണേ, പെയ്യാതെ എങ്ങനെയാണ് മനുഷ്യനെ ചൂടെടുത്തിട്ട്. എൻ്റെ പേര് അനിത ഏട്ടാ, കൃഷ്ണൻ. ഞങ്ങൾക്ക് മഴയില്ലേ, ബൈക്കാണ് ഇപ്പൊ വാബോട്ട് അവിടെ കുറച്ചുനേരം പെയ്തിട്ട് അങ്ങോട്ട് അയച്ചു വിടാം. അനിത, ഐ ലവ് യു. അനു ഡ്രസ് കണ്ടിട്ടങ്ങ് തോന്നുന്നു. ആ മഴയുടെ സൗണ്ട് കേട്ട് ഉറക്കമാണ്. അതല്ലേ, ഉറങ്ങുന്നില്ലേ? ഉറങ്ങണം. ശരി അനിക്കുട്ടി, നാളെ കാണാം. ശുഭരാത്രി. ഓക്കെ മണിയേട്ടാ, ഗുഡ് നൈറ്റ്. കറണ്ട് പോയി. അമ്മേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, കറണ്ടും പോയി. ഭാഗ്യം വെളിയിൽ വന്നത്. കാലാവസ്ഥ കേന്ദ്രത്തിൽ ജോലിക്ക് ചാൻസ് ഉണ്ട്. കറണ്ട് പോയിട്ടോ? പറ്റിക്കരുത്. ഇല്ല, അയച്ചുവിടാം. ഒരു 2 മണിക്കൂർ പെയ്യട്ടെ, അത് കഴിഞ്ഞ് അയച്ചുവിടാം. വെരി ഗുഡ്. നാഗവല്ലി വരും. ശിവട്ടാ, സുഖല്ലേ? കയ്യൊക്കെ എങ്ങനെയുണ്ട് ഏട്ടാ? അങ്ങനെ ഒന്നും മഴ അയച്ചു വിടാൻ പറ്റില്ല. എന്താ ചെയ്യാ ഇരുട്ടത്ത്? അല്ലാത്ത ഇരുട്ടായി പോയി. ഉള്ളിൽ പോകാനും പറ്റാത്ത, വെളിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ല കിടന്നേ. എനിക്ക് വയ്യ. സുഖമായില്ലേ? സന്തോഷം ഏട്ടാ. അയ്യ നാസറേട്ടാ, കറണ്ട് ഇല്ല ഏട്ടാ, കറണ്ട് പോയി ഏട്ടാ. എന്ത് ചെയ്യാനാ? കാണുന്നില്ല, ആരെയും കാണുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പല്ലി മാത്രം കാണുന്നുണ്ടാവൂലേ? ബാക്കിലാരോ നോക്കി? ഇല്ലല്ല, എന്തായാലും പ്രത്യേകിച്ച് ആരും വരില്ല. ഒരു ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇരുട്ടല്ലേ, മഴയും പെയ്യുന്നുണ്ട്. മാത്രം കാണും. സൂപ്പർ, ഈ വെളിച്ചം പാടുള്ളൂ. അത് ശരിയാ. വെയിൻ വന്നത്, പവർ കട്ട്. മണി കറണ്ട് പോയിരിച്ചു. മണി ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മെഴുകുതിരി ഇല്ല, വിളക്കില്ല, ഒന്നുമില്ല. എമർജൻസി ലൈറ്റ് ഇല്ല. വൈക്കും. അതെ, ഭയം മുഖത്ത് കാണുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഛേ, എന്തൊരു കഷ്ടമാണ് പറയണത്. അതേറ്റാ, ഇന്ന് ആ വെള്ള ഡ്രസ്സിൽ വരാമായിരുന്നു. വണക്കം ഷിബു ബ്രോ സാപ്പിங்களா? വെള്ള ഡ്രസ്സ് പൊളിയായിരുന്നു കേട്ടോ. ആണോ? താങ്ക് യു നാസറേട്ടാ. ഹായ് ചേച്ചി. രാജ ഹായ് ജഗൻ. എന്താ ചെയ്യാൻ പറയാം, കറണ്ട് കുറെ പോയി. എന്താ ചെയ്യാം? ആദ്യം ക്യൂട്ട്. സത്യം നല്ല രസമുണ്ട് അതല്ലേ. ശരി, ആയിക്കോട്ടെ. ദൈവമേ, വന്നാൽ മതിയായിരുന്നു. കാരണം മഴയും പോയേട്ടാ. പൊട്ട് തിളങ്ങുന്നു. പൊട്ട് തിളങ്ങും. അതെ, അത് തിളങ്ങും. സീക്വൻസേ ഉള്ളു. ഇത് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വിടാം. രാധേട്ടാ നമസ്കാരം. ഇതെന്താ നടക്കുന്നുണ്ടോ? അതേട്ടാ കറണ്ട് പോയി രാധേട്ടാ. പൊട്ടിന് നല്ല തിളക്കം. അതെ ഏട്ടാ, കറണ്ട് പോയി ഏട്ടാ.
കറണ്ട് ഇല്ല കേട്ടാ. നാളെ എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല, മുഖം കാണുന്നുണ്ട് മോളെ. അതല്ലേ. ഹായ് എന്താ ഗുഡ് നൈറ്റ്, വെരി ഗുഡ്, പവർ കട്ട്, സൂപ്പർ ലൈവ്. பழனிசாமி கரண்ட் இல்லே, என்ன பண்றது? ஒண்ணுமே இல்லை இங்க, മെഴുകുതിരി ഇല്ല, ഒന്നുമില്ല. അന്നത്തെ മെഴുകുതിരി എവിടെ വെച്ചോന്ന് ഇനി അത് തേടി കണ്ടുപിടിക്കണമെങ്കിൽ പണിയുണ്ട്. കറണ്ട് ഇല്ല എൻ്റെ കുട്ടി, ഇല്ല ഏട്ടാ, കറണ്ട് പോയി ഏട്ടാ, പേടിക്കണ്ട, കൂടെ ഉണ്ട്. അങ്ങനെ ബാബു ഏട്ടാ. പൊട്ട് സിൽവർ ആണ്. അതെ. സെന്തിൽകുമാർ ഗുഡ് നൈറ്റ്, ലൈവ് വീഡിയോ ഐ ലൈക്ക്. സുഭാഷ് ഗുഡ് നൈറ്റ്. കറണ്ട് വന്നല്ലോ. ഹായ് എന്താ മോളെ വിശേഷം? എന്താ വിശേഷം? കുറെ ദിവസമായി കണ്ടിട്ട്. അതെല്ലേ, ഏട്ടനും കുറച്ച് ദിവസമായി വന്നിട്ട്. കറണ്ട് വന്നു കേട്ടോ, മുഖം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് കമാൻഡ് വായിക്കും. അതെ, പല്ല് നിറം കൂടി. വീട്ടിൽ ഇൻവൈറ്റർ ഇല്ല. എന്ത് ചെയ്യും? അതെ, എന്ത് ചെയ്യാൻ? നല്ല മഴയുള്ള ഒരു ദിവസം രാത്രി അങ്ങനെ ദൂരെ പാല മരത്തിൽ കരഞ്ഞു. എന്താ പാട്ടാണ് ഷിബുട്ട? പവർ ഓൺ, സൂപ്പർ. അതെ, പവർ വന്നു. ഇവിടെ വരും പെട്ടെന്ന്, നമ്മൾ ടൗണിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കറണ്ട് വരും. കറണ്ട് ഇല്ലേലും സുന്ദരി കുട്ടിയല്ലേ. അതല്ലേ. വീട് എവിടെയാണ്? വീട് പാലക്കാട്. ഞാൻ എങ്ങോട്ട് വിനീഷേട്ടാ അവിടെ ഇരിക്കും. ഇപ്പൊ കറണ്ട് വന്നല്ലോ. മുരുകൻ ഹായ്. മണി ഹായ് സിസ്റ്റർ. എമർജൻസി പവർ സപ്ലൈ നോട്ട്. മഴ പോയി. മോഹൻ ഹായ്. അവിടെ കറണ്ട് ഇല്ലേ? കറണ്ട് വന്നു കേട്ടാ. കുട്ടിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുമ്പോൾ നിർത്തുക. കറണ്ട് വന്നു ചെറിയേട്ടാ. ഇൻവൈറ്റർ സംഭാവന ചെയ്യൂ. സംഭാവന. ഐ ലവ് യു. ടുഡേ എന്നെ സ്പെഷ്യൽ ആക്കാ? സ്പെഷ്യലൊന്നും ഇല്ലെങ്കിൽ മഴയുണ്ട്. കുറച്ച് വയറുവേദന കുറച്ച് കുറവായി. 100% ഒരു 50% ബാലൻ മുരുകൻ. കമ്മൽ ഒരുപാട് വലുതായോ? എന്തായി? ഞാൻ ഈ പച്ചക്ക് മേച്ചായിട്ട് ഇട്ടതാണ്. എവിടെ ഈ ഇരുട്ടത്തിൽ ആര് കാണുന്നു? പൊട്ടൊക്കെ മേച്ചായിട്ട് ഇട്ടിട്ട് വന്നിട്ട് എന്താ കാര്യം? വർക്ക് ചെയ്യുന്നു ഗണേശേട്ടാ. ബ്ലോക്ക്. അതെ, ബ്ലോക്ക് ചെയ്യണം. ചെയ്യാമണി. എൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. എന്താണ് പറഞ്ഞത് രാധേട്ടാ? മനസ്സിലായില്ല ഏട്ടാ, പറയേട്ടാ. വെളിച്ചം പോരാ. മഴ വന്നപ്പോ ഞാൻ വന്നാണ്. ഗ്രീൻ എലിക്കുട്ടി. മഴയും പോയി, കറണ്ടും വന്നു, മഴയെല്ലാം പോയി. ചെറുതായിട്ടൊരു പാറുന്നുണ്ട്, കുഞ്ഞതായിട്ട് മാറുന്നു, അത്രയും. ഡ്രസ്സ് കൊള്ളാം. ഇതും മുൻപ് കണ്ടിട്ടില്ലല്ലോ, ഞാൻ ലൈവിലിട്ടിട്ടില്ല. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കുർത്തി 100 rupees എന്ന് പറഞ്ഞപ്പോ എടുത്തതാണ് ഫ്രണ്ട്സ്. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? അനിത. ഓരോ ഡ്രസ്സിനും ഓരോ കമ്മൽ. ഇതൊക്കെ മതി മോളെ, വെളിച്ചം. അതേലെ, മതി. എന്തത്? പച്ചക്കിളി എന്താ ശബ്ദം? എന്തോ എവിടെയോ ശബ്ദം. നല്ല കുർത്തി. അതെല്ലേ. എല്ലാം കൊണ്ടും ഇന്ന് സൂപ്പറാണ് എനിക്കുട്ടി. അതെ, മഴയും പെയ്തു, കറണ്ടും പോയോ. നായ്ക്കളുടെ ഒരു കാര്യം, ഇവിടെ 10-20 നായ്ക്കളുണ്ട് എന്തായാലും. അപ്പൊ വേറെ കുഞ്ഞുങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പ്രസവിച്ചിട്ടുണ്ട്, ഒരു 5-6 കുട്ടികൾ. ഓരോന്ന് നമ്മൾ ഇങ്ങനെ ചാല് പോകുന്നുണ്ടല്ലോ, ഡിച്ച്, അതിൽ ഓരോ കുട്ടികൾ ഇങ്ങനെ വീഴും. പിന്നെ അതിനെ പൊക്കിയെടുത്ത് മേലെ വെക്കും, പിന്നെയും താഴെ വീഴും, പിന്നെ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജോലി. ഞാൻ ഇറങ്ങില്ല ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴേക്കും അതൊക്കെ മേലെ കഴിഞ്ഞു. താഴെയുള്ളവർ ഫുൾ സപ്പോർട്ടാണ്.
നാഗവല്ലി വരുന്നുണ്ട്, അതാണ് പട്ടി കുറിക്കുന്നത്. ഇല്ല ഏട്ടാ, മണികണ്ഠൻ ലവ് ചിക്കൻ. മൂത്തവൻ എത്രാം ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കുട്ടി 3ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ഫസ്റ്റിലെ കുട്ടി അങ്ങനെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 3 വയസ്സായി. ആയുധ പൂജയൊക്കെ വരില്ല, അപ്പം ചേർത്താന്നൊക്കെ പറയുന്നു. നോക്കാം. അവർക്ക് ജീവിക്കണ്ടേ, അവർക്കും ജീവിക്കണ്ടേ, അത് ശരിയാ. പിന്നെ പാവങ്ങൾ, അവർക്ക് എന്തെങ്കിലും വായ തുറന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? പാവം, വിശന്നാലും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അറിഞ്ഞെല്ലാം ചെയ്യണം. ഇവിടെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങളിലൊക്കെ ഭയങ്കര സേഫായിട്ട് വെക്കും. പ്രസവിച്ചാലും ഇവിടെ 6, 5 അങ്ങനെ 3 പ്രാവശ്യം 3 നായ്ക്കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പ്രസവിച്ച് ഭയങ്കര കഷ്ടമായിരുന്നു. ഇവിടെ റോഡ് പോകുന്നുണ്ടായിരുന്നു. റോഡിൻ്റെ ഒരു കുഞ്ഞു കുഴി ഉണ്ടായിരുന്നു. അത് പോയിട്ട് കുഴിയായിരുന്നു. ആ കുഴിൻ്റെ ഉള്ളിൽ 6 കുട്ടികൾ. വണ്ടി എടുക്കാനോ പോകാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. പിന്നെ ഒരു കാർ എപ്പോഴും സ്ഥിരമായിട്ട് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വെയിൽ വരുമ്പോൾ ആ കാറ് അടിയിൽ ആ കുട്ടികളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവും, കാറ് മേലെ ഉണ്ടാവും. കാർ എടുക്കുമ്പോൾ മെല്ലെ റിവേഴ്സ് പോരും, മെല്ലെ എടുക്കും. പിന്നെ നായ്ക്കുട്ടികളും പിന്നെ എണീക്കില്ലല്ലേ, ചെറിയ ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ കുറെ. പിന്നെ വലിയ കുട്ടികളായപ്പോൾ അതൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഓടാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അതിനെ മാറ്റി നിർത്തി. എന്നിട്ട് അതിലെ കുട്ടികളൊക്കെ മരിച്ചു. ഓരോ വണ്ടികൾ വന്ന് കയറി അടിച്ച് എല്ലാ കുട്ടികളും മരിച്ചു. ഒരു കുട്ടി മാത്രം ഉണ്ടായുള്ളൂ. ഒരു നായ്ക്കുട്ടി മാത്രം ബാലൻസ്. ആ കുട്ടി വലുതായിപ്പോൾ. ആ കുട്ടിയാണ് ഇപ്പോൾ താഴെ ഇരിക്കുന്നത്. ജോലി ഇലക്ട്രിക്കലാണ്, പാനൽ ബോർഡ്. തള്ളലൊന്നുമല്ല, കാര്യമാണ് പറഞ്ഞത്. വിനീഷേട്ടാ, എന്ത് ചെയ്യാം. 5-6 കുട്ടികളെ പ്രസവിച്ചാൽ താഴം കഴിച്ചു പ്രമോദേട്ടാ. ഉദയകുമാർ, ഹലോ ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ പോട്ടെ, മഴയൊക്കെയല്ലേ. എനിക്കട്ടെ, സുഖമില്ല. വയറുവേദന ഇനിയും ഒരു 50% നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ. അതുകൊണ്ട് പോയി ഉറങ്ങാൻ തോന്നുന്നു. വേദന ഇന്നിട്ട വൈറ്റ് ഡ്രസ്സ് ഇട്ട് നാളെ വരണേ ലൈവ്. ഇന്നിട്ടതാ, ഇനി ഒരു ദിവസം ഇടാ ഏട്ടാ. എന്തായാലും നാളെ. ഇന്ന് ഫുൾ നായ്ക്കുട്ടികളുടെ കഥയാണ്. സുരേഷേട്ട എൻ്റെ സ്നേഹം പറയൂ. പറയാട്ടാ മണിയുണ്ടേട്ടാ. എത്രയോ തവണ കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ കഥയാ. ദൈവമേ, ശരി ആയിക്കോട്ടെ. വരണം പ്രമോദേട്ടാ, വരണം. കടല കഴിച്ചതാണ് പ്രശ്നം, വയറുവേദന. പച്ചക്കടല കഴിച്ചു കുറച്ച്. ദൈവമേ, കഴിക്കാൻ കണ്ടൊരു സമയം. മഴ പെയ്തു. എത്ര മിനിറ്റ് പെയ്തിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റ് പെയ്തിട്ടുണ്ടാവും അല്ലേ? നാളേക്ക് ഇതിന്റെ ഡബിൾ ചൂടായിരിക്കും. ഒരുപാട് തള്ളാറുണ്ട്. ഇതൊക്കെ ഒരുപാട്. പിന്നേറ്റ അറിയാട്ടാ, പാവല്ല, ജീവിച്ചു നോക്കോട്ടെ ഏട്ടാ. ഇന്ന് നേരത്തേക്ക് എടുക്കും. അതെ. വിനോദ് ചേട്ടന് സ്നേഹമില്ലേ അല്ലേ? വിനോദോട്ടെ പറയട്ടാ. സ്നേഹമുണ്ട് കേട്ടോ എല്ലാവർക്കും. എല്ലാവരോടും സ്നേഹമാണ്, സ്നേഹം മാത്രം. സുരേഷ് അവിടെ ഇത്ര വേഗം ഉറങ്ങുന്നു? ഇല്ല, എൻ്റെ കുറേ കമൻറ്റ് വായിച്ചില്ല. സോറി കേട്ടോ, സോറി ജനനേട്ടാ, കണ്ടില്ല, സോറി. സുധീഷ്, കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കേ. നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ചേപ്പിയേട്ടാ, സത്യാണ് പറഞ്ഞത്, നുണയില്ല. നാളെ നല്ല ചൂടായിരിക്കും. അതെ ഏട്ടാ. വിനോദേട്ടാ, മഴ വന്നു പോയില്ലേ? ആ വഴി പൂവിൻ വെൺമണി താലത്തിൽ 1000 പൂക്കൾ നേദിച്ചു ഞാൻ. സുധീഷേട്ടാ ഹായ്. സുരേഷേട്ടാ, അവിടെ അണ്ണാമല ജയിക്കുമോ? അറിയില്ല. ഇഷ്ടമാണ്. സുധീഷ് ഹായ്.
എൻ്റെ ഫോൺ കുറച്ച് ഹാങ് ആയതുകൊണ്ട് ബ്ലോക്ക് അമർത്തിയതും വരുന്നില്ല കേട്ടോ, അത് എവിടേക്കോ പോയി. കടവുളെ ബ്ലോക്ക് பண்ணிட்டேன். அதுதான் ഫസ്റ്റ് റെയിൻ സെക്കൻഡ് റെയിൻ പോണെന്ന് പറഞ്ഞു 1/2 മണിക്കൂർ. ഞാനിന്ന് ഉച്ചയ്ക്ക് ലൈവിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതാ പാലിച്ചോ? പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞു? എനിക്കൊന്നും കൂടെ ഓർമ്മയില്ല ഏട്ടാ. എന്താ പറഞ്ഞത്? പറയേട്ടാ. ഓർമ്മയില്ല ഏട്ടാ. പറയും രാധേട്ടാ. ഹായ്. വയറുവേദനന്റെ ഒരു കൂട്ട വയറുവേദന. ലക്കി വെരി നൈസ് തങ്കം. ഭാസ്കർ കടവുളെ കാപ്പാത്തണേ. വേഗം കിടന്നോളൊന്ന്. ഇവിടെ വയനാട്ടിൽ നല്ല മഴ കിട്ടി. അതേല്ലേ വിനോദേട്ടാ? ഇവിടെ കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. 20 മിനിറ്റ് മഴ പെയ്തു. 20 മിനിറ്റ്. അതെ. വെൽക്കം. ഡൺ. ഒരു ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് പാലക്കാട് നല്ല മഴയാണ്. ഇന്ന് പാലക്കാട് നല്ല മഴയാണ് അല്ലേ? അതെ അല്ലേ. മൈ ഡിയർ സ്വീറ്റ്, ഒരു ഗുഡ് നൈറ്റ്. മുഹമ്മദ് ഏട്ടാ ഓക്കെ. സുരേഷ് ഏട്ടാ, നാഗരാജ് ഹായ് ഹായ് ഹായ്. മുരുക നാഗരാജ് ഹായ്. വിളിക്കാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ മനസ്സിലായോ? അതെ അല്ലേ, മറന്നുപോയി ഏട്ടാ. എന്താ മുകളിൽ നോക്കിയത്? മുകളിലോ? എവിടെ നോക്കുന്നത്? മുകളിലോ? വെൽക്കം. ഗുഡ് നൈറ്റ്. പള്ളി കുമാർ. 2 ദിവസം കഴിയുമ്പോഴേക്കും പാലക്കാട് വരുന്നുണ്ടോ? 2 ദിവസം കഴിഞ്ഞിട്ടാ? ഇല്ല ഏട്ടാ. വേർ ഈസ് യുവർ സോ സാഡ്. കൊതുക്കടിക്കുന്നു. അപ്പം ഒരു കാര്യം ചെയ്യാം, അണ്ണാമലയെ വിലയിരുത്ത്. അങ്ങനെയല്ല, അവന് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. എനിക്ക് ഇതിലല്ല, അതിന് എന്താ പറയാ, അവന്റെ സംസാരം എന്താ ചോദിച്ചാ നോട്ട് ചെയ്തിട്ട് സംസാരിക്കില്ല. അവിടെ എന്താ പറഞ്ഞത് മാത്രം അവന് മനസ്സിലെന്ത് തോന്നുന്നു അതാണ് സംസാരിക്കുക. അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് സ്പീച്ച്. കട്ടൻ ഉപ്പിട്ട് ഒഴിച്ച് കുടിക്കൂ. കട്ടൻ ഉപ്പിലിട്ട് ലെമൺ ഒഴിച്ച് കുടിക്കൂ അല്ലേ? അതെ അല്ലേ. ലെമൺ ഇല്ല, കടയൊക്കെ അടച്ചു. ഒലോക്കോട് വരുന്നുണ്ടോ? ഒലോക്കോട് വരുന്നില്ല ഏട്ടാ. അയ്യോ മുടിയില് നല്ല ശരി. തമിഴ് ഹായ് സ്വീറ്റ് ഡ്രീംസ് ബേബി. കൊതുവുണ്ടായി. മഴ പെയ്തതിന് സ്പോട്ടിൽ കൊതുവും വന്നു. ശേഖർ, ഇത്രയും ഹൈറ്റിൽ കൊതു പറക്കോ? ഇത് നല്ല ഹൈറ്റാണേ. ഓ നല്ലത് ജാതി. ശേഖർ ഗുഡ് നൈറ്റ്. ആണ് അനിത, ഫസ്റ്റ് റൈൻ ഓർ സെക്കൻഡ് റൈൻ சொல்லுங்க. എന്ത് മനസ്സിലായില്ല? മറന്നുവോ മകളെ? എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ? ഫ്രണ്ട്സ്, എനിക്ക് വയ്യ, വയറ് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ബാങ്ക് കടമൊക്കെ തീർന്നോ? വീട് പണിയൊക്കെ എന്തായി? ഒന്നും തീർന്നില്ല. വീട് പണിയൊക്കെ ഒന്നും തുടങ്ങിയില്ല. എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, പഴയ പോലെ തന്നെ. സംസാരം മലയാളം. നല്ല മധുരമുള്ള വയറുവേദന. പന്തളം വരുന്നുണ്ടോ? പന്തളം
രാജൻ ഇല്ല ഏട്ടാ, രാജൻ ഏട്ടാ ഹായ്, നമസ്കാരം. നമസ്കാരം ഗഫൂർ ഏട്ടാ, വീണ്ടും വന്നു. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, തിരക്കാൻ പോയതായിരുന്നു. അതെല്ലേ, ഞാനൊരു വണ്ടിയും എടുക്കാൻ വേണ്ടിയിട്ട് ഒലോക്കോട് വരുന്നുണ്ടോ? ഇല്ല ഏട്ടാ, ഷാജേട്ടാ. ശരി, അപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങട്ടെ കേട്ടോ, തീരെ സുഖമില്ല. വയറുവേദന 150 ഹോസ്പിറ്റലിൽ പോകുന്നാ തോന്നുന്നത്. കരിക്കാൻ പറ്റുന്നില്ല കേട്ടാ. പസങ്ങ സാപ്പിട്ടീங்க തൂങ്ങിയിട്ടാണ്. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ സെൻഡിൽ. അപ്പോൾ ഒന്നും കൂടി ഇവിടെ ഇരുട്ടായി, കാരണം അവിടെ ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. ഓക്കെ, സാപ്പിട്ടീங்களா? ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇറന്ന് ഉറങ്ങട്ടെ. ഉറങ്ങാൻ എന്തായാലും പറ്റില്ല, എന്തായാലും വേറെ വേദനയാണേ. പ്രസാദ് ഓക്കെ, ഗുഡ് നൈറ്റ്. ഫീലിംഗ് സ്ലീപ്പ്. അതെ, ഇന്ന് പോകുമ്പോൾ ഉറക്ക പാട്ട് പാടി പോയിക്കോളൂ. പാട്ട് പാടി ഉറക്കാൻ ഞാൻ എനിക്കിപ്പോൾ പാടാൻ കഴിയില്ല. കട്ടൻ ചായയിൽ ലെമൺ ഒഴിച്ച് കൊടുക്കും. അതെല്ലാം ഇല്ല അവിടെ, ലെമൺ സംഭവമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് മൈ ഡിയർ ഫ്രണ്ട് ആൻഡ് അനിത. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ ഓക്കെ ഓക്കെ. என்ன சொல்கிறீங்க സുരേഷ്? സുരേഷ് ഏട്ടാ, കട്ടൻ ചായ ഇഞ്ചി, കട്ടൻ ചായയിൽ ഇഞ്ചി നീരാ? ഇഞ്ചിയുണ്ട്. സുരേഷ് നല്ല പോലെ ഓർക്കണം. ഗുഡ് നൈറ്റ്. ജോമോനേട്ടാ, മമ്മിക്ക് ഇന്ന് ഒരു ഉഷാറില്ലല്ലോ, സുഖമില്ല. ഓക്കെ, ബിനീഷേട്ടാ ടാറ്റാ. ഒരു തലയാണി എടുത്ത് വയ്ക്കൂ, കമന്ന് കിടക്കുക, മാറും. അതെല്ലേ, ഓക്കെ. അപ്പം അത് ഈസിയുള്ള പണിയാണ്. ഫോട്ടമില്ലല്ലോ, കാണാൻ സുന്ദരിയാണ്, എന്നാലും വെട്ടമില്ല. ശരി, ചൂട് കൂടിയത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് വയറുവേദന. പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. മണിയേട്ടൻ അതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂട് കൊണ്ട്. പനിയാണോ? പനിയല്ല. ഓക്കെ, എന്നാ ശരി, എന്നാ ശുഭരാത്രി. ഓക്കെ രാധേട്ടാ, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. തെറ്റാ പോകുന്നു, സുഖമില്ല. ഓക്കെ, നാളെ കാണാം. കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ട്, പുറത്ത് ബൾബ് പീസായിരിക്കുകയാണ്, ഒരാഴ്ചയായി. അപ്പോൾ ഓക്കെ, ടാറ്റാ, നാളെ കാണാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം. ടാറ്റാ.